പവറുടെ ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയില്ല ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആർക്കാണ് ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? അങ്ങനെ ഒന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ രാവിലെ ഫുൾ പവറിൽ തന്നെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് എത്തി. എന്നിട്ട് കുറച്ച് ഐറ്റംസ് കൂടെ സ്റ്റുഡിയോയിലോട്ട് കയറ്റിയിരുന്നു. എനിക്ക് ഇതാ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ഇതെങ്ങനെയുണ്ട്? അങ്ങനെ 10 മണിക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലയന്റ് എത്തിയിട്ടാ. അങ്ങനെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്രാവശ്യം മൂപ്പര് 30 വർഷം മുമ്പ് മൂപ്പര് ചെയ്തൊരു ടാറ്റു കളർ ചെയ്യാനായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ രാവിലെ തന്നെ മൂപ്പര് തന്നെ വിഷൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് തന്നെ മൂപ്പര് വീട്ടിലോട്ട് പോയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സെക്കൻഡ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആട്ടോ. അടിപൊളിയാ. ഓക്സ്ഫോർഡ് നേട്ടാ വരുന്നത്. ഒരു ടാറ്റു അടിക്കാനായിട്ടോ മൂപ്പര് വന്നത്. പക്ഷേ ഈ അടുത്തൊന്നും മൂപ്പർക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൂടെ ആഡ് ചെയ്തിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അത് ഫിനിഷിംഗ് ചെയ്ത് അടുത്ത അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടാ മൂപ്പര് പോയത്. അത് കഴിഞ്ഞൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദേ വരുന്ന കഥകം പൊളിച്ചു. ഇവളുടെ പേരാണ് അപർണ. ഇത് അപർണയുടെ ബോയ് ഫ്രണ്ട് ആട്ടോ. കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു 400 ഡിസൈനെങ്കിൽ ഇവിടെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു ഡിസൈനിലെത്തി. അപർണയെ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, വലിയ പുള്ളിയാണ്. എന്നോട് എന്നിട്ട് ജിമ്മിനൊക്കെ പോകാൻ പറഞ്ഞ ഭയങ്കര മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മൂപ്പര്. അപർണയെ പോകുന്നത് ലൂട്ടനെന്ന് കേട്ടോ. 2 മണിക്കൂർ ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടാണ് അവൾ ഇവിടെ വന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പ്ലേസ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വർക്ക് തുടങ്ങാൻ പോകാട്ടോ. കാണാത്ത ലോകത്ത് വന്ന പോലെ അപർണ ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു വിധത്തിൽ അവള് സെറ്റ് ആയിട്ടാ. ഇത്രയും നേരം സ്റ്റുഡിയോ ഇളക്കി മറിച്ച് ആള് ടാറ്റു അടിക്കാൻ തുടങ്ങിയപ്പോൾ സൈലന്റ് ആയിട്ടാ. അങ്ങനെ ലാസ്റ്റ് ചെറിയ ഉറുമ്പടിക്കുന്ന വേദനയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വർക്ക് അടിച്ച് തീർത്തിട്ടോ. അവളെന്തായാലും റിസൾട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബൈ ബൈ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ടാറ്റു കൊണ്ട് ഇഷ്ടപ്പെട്ട അവളുടെ ബോയ് ഫ്രണ്ടും ടാറ്റു അടിക്കണത്. ഒന്നും നോക്കിയില്ല, പിടിച്ചിരുത്തിപ്പെട്ടില്ല. ഫസ്റ്റ് ടാറ്റു ആയിട്ട് ആദ്യം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും മൂപ്പർ അവസാനം ചില്ലായിട്ടാ. മൂപ്പർ ഫസ്റ്റ് ടാറ്റു തന്നെ മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ടാറ്റുവിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നത് മൂപ്പർക്ക് ഇപ്പോൾ ഒരു ഫുൾ സ്ലീവ് ടാറ്റു അടിക്കണം എന്നാട്ടോ മൂപ്പര് പറയണേ. അങ്ങനെ എനിക്ക് വീണ്ടും കുറെ മോട്ടിവേഷൻ ഒക്കെ തന്ന സ്റ്റുഡിയോ ഇളക്കി മറിച്ച് പറഞ്ഞ പോകാൻ നിൽക്കാട്ടോ. എന്തായാലും രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഒടുക്കത്തെ എനർജി, ഒടുക്കത്തെ ഹാപ്പി. അങ്ങനെ മൊത്തത്തിൽ ഒരു കൊടുങ്കാറ്റ് വന്നുപോയ ഫീൽ. പരിചയപ്പെടുത്താൻ മറന്നു, ഇതാട്ടോ സൂരജ്. ഇവൻ നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആണ്. രാത്രിയായിട്ട് മൂപ്പര് പഠിത്തം നിർത്തിയിട്ടില്ല. രണ്ടും കൽപ്പിച്ചാണ് മൂപ്പറുടെ പോക്ക് എന്തായാലും. അങ്ങനെ ആ സ്റ്റുഡിയോ പൂട്ടി വീട്ടിലോട്ട് പോകുന്നപ്പോഴാണ് ജയറാമേട്ടൻ വിളിച്ചിട്ട് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പ്ലാൻ കേൾക്കാനായിട്ട് നല്ല ആൽക്കോളിക് വെതറായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി. പ്ലാൻ വേറെ ഒന്നല്ല കേട്ടോ, ഓണമായിട്ട് നമ്മുടെ പിള്ളേർക്ക് നമുക്ക് വല്ല ഗിഫ്റ്റ് കൊടുക്കണ്ടായ ചേട്ടൻ പറയും. ഏത് മൂഡ്? ബോങ്സ് മൂഡ്. അങ്ങനെ ലാസ്റ്റ് ഒരു ഗിവ് അവേ പ്ലാനിലെത്തി. ഗിവ് അവേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കലക്കം ഗിവ് അവേ. അതെന്താന്നുള്ളത് എന്റെ അടുത്ത വീഡിയോ പറയാം കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്.